നൂറുകണക്കിന് സമരം കണ്ട ഒരു ഇടമായി മാറുകയാണ് സെക്രട്ടേറിയറ്റ് കവാടമൊക്കെ. സ്വാഭാവികമായും അത്തരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനാണോ സർക്കാരിൻ്റെ ഒരു നിലപാട്? പ്രത്യേകിച്ച് CPI നേതാക്കൾ പറയുന്നു, അല്ലെങ്കിൽ പാർട്ടി നയം തന്നെ സർക്കാർ നയമായി സ്വീകരിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താതെ മുട്ടാപ്പോക്ക് നയങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തിനും ഏതിനും സ്വാഭാവികമായ പല്ലവി പോലെ എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ പഴിചാരി തലയുരുന്നു. അങ്ങനെ കഴിഞ്ഞ അല്പവും പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഫലം കാണാത്ത ഒരുപാട് സമരങ്ങൾക്കൊപ്പം എഴുതി ചേർക്കാൻ വേണ്ടിയാണോ സർക്കാരിൻ്റെ ശ്രമം ഈ ആശാവർക്കർമാരുടെ പ്രതിഷേധത്തെ? തീർച്ചയായും അതുതന്നെയാണ് സർക്കാരിൻ്റെ ഒരു ശ്രമം. ഈ ആദ്യഘട്ട ചർച്ചയ്ക്ക് NHM ഡയറക്ടറാണ് വിളിച്ചത്, രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വിളിച്ചത് ആരോഗ്യമന്ത്രി നേരിട്ടാണ്. ഈ ചർച്ചയിലൊന്നും തന്നെ ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഇവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എത്ര കൂട്ടാൻ കഴിയും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, ഇവർക്കും ഈ സമരം ഇവിടെ ഇതേ രീതിയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ 41 ദിവസമായി ഇവർ വീടൊക്കെ വിട്ട് വലിയ സാമ്പത്തിക പരാധീനകളിലൊക്കെ മുന്നോട്ട് പോകുന്നവരാണ് ഈ ആശാപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും സമരം അവസാനിപ്പിക്കാമെന്നൊക്കെ ഇവർ തീരുമാനിച്ചിരുന്ന പല ആശാപ്രവർത്തകരും അങ്ങനെയൊക്കെ നമ്മളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ സർക്കാർ സാധാരണക്കാർക്കൊപ്പമാണ്, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തോടൊപ്പമാണ് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് എപ്പോഴും. പക്ഷേ ഈ സമരത്തിനെ യാതൊരു തരത്തിൽ, അത് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, യാതൊരു തരത്തിലും അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇത് വരും ദിവസങ്ങളിൽ ഇത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇവരുടെ ആദ്യഘട്ടമായി നിരാഹാര സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് നിരാഹാര സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇവർ പറയുന്നൊരു കാര്യം. ആദ്യഘട്ടമായാണ് ഓരോരുത്തർ അതായത് 3 പേർ വെച്ച് നിരാഹാര സമരം ഇരിക്കുന്നത്. ഇനി ഈ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പക്ഷം എല്ലാവരും കൂടി ഒരുമിച്ച് നിരാഹാര സമരത്തിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മരിച്ചു വീഴേണ്ടി വന്നാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട്. ഏതായാലും 41ാം ദിവസത്തിലേക്ക് ഈ ഒരു സമരം കടക്കുകയാണ്. നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആരോഗ്യമന്ത്രി ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു തവണ പറയുന്ന കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയുന്നു, പിന്നീട് അത് മാറ്റി മറ്റൊന്ന് പറയുന്നു, കേന്ദ്ര സർക്കാരിനെ പഴിക്കുന്നു, പിന്നീട് കേന്ദ്രം കൃത്യമായി അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു എന്നുള്ള രേഖകൾ വരുമ്പോൾ അതിനും മറ്റു മറുപടി പറയുന്നു. ഏതായാലും അങ്ങനെ ആ ഒരു രീതിയിലാണ് ആരോഗ്യമന്ത്രിയുടെ മുന്നോട്ട് പോക്ക്. ഏതായാലും ഈ സമരം കൂടുതൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ഉമേഷ്. യെസ് രശ്മി, നേരത്തെ പറഞ്ഞ പോലെ അത്ര എളുപ്പം തീരുമെന്ന് തോന്നുന്നില്ല സമരം. മാത്രമല്ല അത് പഴയ പോലെ തന്നെ നിലപാടുമായി മുന്നോട്ട് പോകാൻ CPIനും സർക്കാരിനും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ഒക്കെ സമരം പ്രാദേശിക തലത്തിൽ വലിയ തോതിൽ ചർച്ചയാകുകയാണ്. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി ഏതാണ്ട് 6-7 മാസക്കാലത്തെ ഇടവേള മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ സംസ്ഥാനം കടക്കാൻ. അതുകൊണ്ട് തന്നെ CPM പ്രാദേശിക ഘടകങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. സമരം നീളുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന വലിയൊരു വിലയിരുത്തൽ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ജില്ലാ ഘടകങ്ങളിൽ നിന്നൊക്കെ CPM ജില്ലാ ഘടകങ്ങളിൽ നിന്ന് അത്തരം ഒരു ആശങ്ക ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ആശാവർക്കർമാർക്കെതിരായ നേതാക്കന്മാരുടെ അധിക്ഷേപങ്ങൾ, സ്ത്രീ വോട്ടർമാരെ അകറ്റുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഒത്തുതീർക്കണമെന്ന്, ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് LDF യോഗത്തിൽ RJDയും CPIയും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതിൻ്റെ പശ്ചാത്തലം കൂടി ഇതല്ലേ? അത്തരത്തിൽ ചില സമ്മർദ്ദങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് സർക്കാരിന് അല്പമൊന്ന് അയ്യേണ്ടി വരില്ലേ? അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സർക്കാരിന് മേൽ ഉണ്ട്. കാരണം ഈ പ്രാദേശിക ഘടകങ്ങൾ, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക ഘടകങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ CPIയുടെ ഭാഗത്തു നിന്നാണെങ്കിലും RJDയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. കാരണം ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും, വോട്ട് കാര്യമായി കുറയുന്നതിന് കാരണമാകും എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ തന്നെ, അത് CPMനിടയിൽ തന്നെ ചില നേതാക്കൾക്കിടയിൽ തന്നെ അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഒരു സമീപനം, തൊഴിലാളി വർഗത്തോടുള്ള, സാധാരണക്കാരോടുള്ള സർക്കാരിൻ്റെ ഒരു സമീപനം, അത് വലിയ രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാവുകയും സർക്കാരിൻ്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആശാപ്രവർത്തകരോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഈ സമരത്തോട്
സർക്കാരിൻ്റെ ഒരു സമീപനം, അതായത് തീർത്തും അവരെ അവഹേളിക്കുക അല്ലെങ്കിൽ അവഗണിക്കുക, അത് ചില നേതാക്കളാണെങ്കിൽ തന്നെ ഒരു യാതൊരു മര്യാദയും ഇല്ലാതെയാണ് ഇവരെ പറയുന്നത്. അതായത് ഇവർ യഥാർത്ഥ ആശാപ്രവർത്തകരല്ല, എവിടുന്നോ വന്ന മറ്റ് ജീവനക്കാരാണ്, അത്തരത്തിൽ ഉള്ള അധിക്ഷേപിച്ച് ഇവരെ പറഞ്ഞയക്കാനുള്ളൊരു ശ്രമമൊക്കെയാണ് പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ അത് അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്ക പ്രാദേശിക ഘടകങ്ങൾക്ക് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഇതേതായാലും തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. മുഖ്യമന്ത്രിയുടെ ഒരു ഏകാധിപത്യ നയവും സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനവും ഒക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരുന്നു. അത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അത് കുറച്ചുകൂടി ശക്തമായി തന്നെ സർക്കാരിനെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഈ സമരം ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളൊരു കാര്യത്തിൽ എന്തായാലും അതിൽ സംശയമില്ല. ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് തൊട്ട് അപ്പുറത്ത് തന്നെ അംഗനവാടി ജീവനക്കാരും സമരം ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംഗനവാടി ജീവനക്കാരും, ഇത് കോൺഗ്രസ് അനുകൂല സംഘടനയാണ്, സെക്രട്ടേറിയറ്റ് തൊട്ടപ്പുറത്ത് സമരം ചെയ്യുന്നത്. അതായത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടു മുന്നിൽ രണ്ടിടങ്ങളിലായാണ് അംഗനവാടി ജീവനക്കാരും ആശാവർക്കർമാരും ഒക്കെ ജോലി ചെയ്യുന്നത്. വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണ് ഇവരൊക്കെ. 18-16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഇവർക്ക് ന്യായമായ കൂലി അത് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഈ ഒരു സമീപനത്തിനെതിരെ, അത് മാത്രമല്ല ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഈ ഒരു സമീപനം, അതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ അംഗനവാടി ജീവനക്കാർ, ഈ ആശാവർക്കർമാർ ചിലരുടെ പ്രതികരണമൊക്കെ എടുത്ത സമയത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം, അല്ലെങ്കിൽ അവർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇടത് സർക്കാർ എന്ന് പറയുന്നത് ആശമാരെ ചേർത്ത് നിർത്തും എന്ന് സർക്കാർ പറയാറുണ്ട്. പക്ഷേ ഇത് ആശമാരെ ഞെക്കിക്കൊല്ലുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഒരു ആശാപ്രവർത്തക കഴിഞ്ഞ ദിവസം ഈ സമരവേദിയിലിരുന്ന് പറഞ്ഞത്. ഏതായാലും ഇവരുടെ സമരവീര്യം ഒട്ടും കുറയാതെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 41ാം ദിവസത്തിലേക്ക് സമരം എത്തിയിരിക്കുന്നു. ഇവരുടെ നിരാഹാര സമരം 3ാം ദിവസത്തിലേക്കും എത്തിയിരിക്കുന്നു.